പ്രൈസ് ലോർഡ്. നമ്മളെപ്പോഴും കുട്ടികളെ പോയിന്റ് ഔട്ട് ചെയ്യാറുണ്ടല്ലേ. അവർക്ക് മാർഗ് കുറഞ്ഞു, അവർ തെറ്റായ റൂട്ടിലോട്ട് പോകുന്നു, അവരുടെ കൂട്ടുകെട്ട് ശരിയല്ല. കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ആരുടെ കൂടെ ഉണ്ടാവുക? അവരുടെ പേരൻസിൻ്റെ കൂടെ. അവരേറ്റവും കൂടുതൽ പേരൻസിനെ ആയിരിക്കും നോക്കുന്നത്. പിന്നെയാണ് സ്കൂൾ ഏജ് ഒക്കെ ആകുമ്പോഴാണ് അവർക്ക് ഫ്രണ്ട്സ് എന്നൊരു കാറ്റഗറി വരുന്നത്. എന്നാൽ ആ പേരൻറ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ അവർക്ക് വേണ്ട ഫ്രീഡം നൽകി അവരെ കൂടുതൽ മനസ്സിലാക്കി അവരോടൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ സ്കൂളിൽ നാളെ ഒരു ഫ്രണ്ടിനെ കണ്ടാലും അവർ നമ്മുടെ അടുത്ത് വന്ന് പറയും, എനിക്കൊരു നല്ല ഫ്രണ്ടിനെ കിട്ടി. പല മാതാപിതാക്കളും എപ്പോഴും തെറ്റുകൾ എപ്പോഴും കുഞ്ഞുങ്ങളുടെ മുകളിലിട്ട് അവരെ പോയിന്റ് ഔട്ട് ചെയ്യാറുണ്ട്. നീ പഠിക്കുന്നില്ല, നിനക്ക് മാർക്ക് കുറഞ്ഞു. എന്നാൽ അവർ പഠിക്കുന്നില്ല, അവർ മാർക്ക് കുറഞ്ഞു. ഇതിലൊക്കെ നിങ്ങളുടെ പങ്ക് എത്രമാത്രമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റു കുഞ്ഞുങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് മാർക്ക് കുറഞ്ഞാൽ അത് അവരുടെ തെറ്റാണെന്ന് പറയുക. എന്നാൽ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന സാഹചര്യമോ മാനസികാവസ്ഥയോ എപ്പോഴെങ്കിലും അവരോട് ഒരു മിനിറ്റ് ഇരുന്ന് സംസാരിക്കാൻ നിങ്ങൾ റെഡി ആയിട്ടുണ്ടോ? അതുപോലെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ശപിക്കുന്നതിനും ശാപവാക്കുകൾ പറയുന്നതിനും അപ്പുറമായി അവരെ അനുഗ്രഹിച്ചിട്ടുള്ള വാക്കുകൾ അവരോട് പറയാറുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും മാർക്ക് പറഞ്ഞാൽ സാരമില്ല, അടുത്ത പ്രാവശ്യം നിനക്ക് ഇതിലും നല്ല മാർക്ക് ലഭിക്കും, അതിന് നിന്നെ ദൈവം സഹായിക്കും, നീ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ചൈൽഡാണ്, നീ നിന്നോട് സംസാരിക്കുന്നവരൊക്കെ ബ്ലെസ്ഡ് ആവും, നിന്നിലൂടെ അനേകർ ദൈവത്തെ അറിയാൻ ഇടയാക്കട്ടെ. ഇങ്ങനെയുള്ള ബ്ലെസ്ഡ് ആയിട്ടുള്ള വാക്കുകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയാറുണ്ടോ? പറയാറില്ലാത്ത മാതാപിതാക്കളാണ് നിങ്ങളെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ അവരിലേക്ക് നൽകുക. നമ്മുടെ ബൈബിളിൽ എന്താണ് പറയുന്നത് നോക്കാം. എഫീസിയർ 6:4 നാം ഇങ്ങനെ വായിക്കുന്നു, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. നിങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിൽ അവർ അനുഗ്രഹമായി മാറുവാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. മാതാപിതാക്കളുടെ പ്രാർത്ഥന അത് മക്കളുടെ ജീവിതത്തിൽ വളരെ വലിയ അനുഗ്രഹങ്ങൾ നൽകുന്ന ഒന്നാണ്. നിങ്ങളുടെ മക്കളെ ധാരാളമായി മനസ്സിലാക്കി ധാരാളമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പാൻ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.